വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അദ്ദേഹം ഇന്ന് മരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ജന്മദിനാണ്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ ഭാഗത്ത് അദ്ദേഹം വേലിക്കകത്ത് എന്നുള്ള പേരോടെ കുട്ടി അങ്ങ് പറഞ്ഞു. വേലിക്കകത്ത് എന്നുള്ള പേര് തന്നെ അച്യുതാനന്ദനെ ഇവരെല്ലാം കൂടെ വേലിക്കകത്താക്കിയ ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. അതെ, അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണം നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഔദ്യോഗികമായിട്ട് നൽകുന്നു. കാരണം കേരളത്തോട് അദ്ദേഹത്തിന് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. കേരളത്തിന് അദ്ദേഹം സംഭാവന ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, യഥാർത്ഥ കമ്മ്യൂണിസം എന്താണെന്നുള്ളത് കേരള ജനതയെ കാണിച്ചു കൊടുത്ത നേതാക്കന്മാർ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ശേഷം പിന്നീട് ഇത്തരത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസം കേരളത്തിൽ അസ്തമിച്ചു എന്നുള്ളതാണ്. 2016 ശേഷം നമ്മൾ കണ്ടതായിരുന്നു. പിന്നീട് എങ്ങനെയാണ് യഥാർത്ഥ ഒരു കമ്മ്യൂണിസം അല്ലാണ്ടാവുന്നതും പിന്നീട് സതീശൻ ആ ടേം ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടതായിരുന്നു. സതീശൻ പലപ്പോഴും ഞാൻ നെഹ്റുവിൻ ലെഫ്റ്റ് ആണ് എന്നുള്ളത് പറയുന്നത്. നെഹ്റുവിൻ ഇടതുപക്ഷക്കാരനാണ് ഞാൻ എന്ന് സതീശൻ എപ്പോഴും എല്ലാ പ്രചരണത്തിലും പറയുന്നൊരു കാരണമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ജി സുധാകരനെ പോലത്തെ തളിപ്പറമ്പിൽ പല നേതാക്കളും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും ഇങ്ങോട്ട് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് തോന്നുന്നു പിണറായി വിജയനുമായിട്ട് അദ്ദേഹത്തെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് വലിയ തരത്തിൽ വ്യത്യാസമുണ്ട്. ഒരു കമ്മ്യൂണിസം ഒരു സ്വേച്ഛാധിപതിയും എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ അത് രണ്ടും നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതെ, അപ്പം അത്തരത്തിൽ സ്റ്റാലിൻ്റെ മറ്റൊരു എന്താ പറയുക മുഖം അല്ലെങ്കിൽ മറ്റൊരു വശമാണ് ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ ഞാൻ കാണാറുള്ളത് അങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ അനുസ്മരണം വരുന്നു. സാർ എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്? അച്യുതാനന്ദൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ കാണുന്ന ഗുണം, അച്യുതാനന്ദൻ രാഷ്ട്രീയം എന്തു ആയിക്കോട്ടെ, പാർട്ടി എന്തു ആയിക്കോട്ടെ, രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ അതെന്താണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തിന്, ഇടതുപക്ഷ രാഷ്ട്രീയം രണ്ടാമത് കൂട്ടത്തിൽ വരുന്നുണ്ട്, പൊതു രാഷ്ട്രീയത്തിന് തന്നെ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ അച്യുതാനന്ദൻ്റെ നിലപാടുകൾക്ക് സാധിച്ചു. ഇനി ഇടതുപക്ഷ മുന്നണിയുടെ 1967 EMSൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണി രൂപീകരിച്ച ശേഷം ഏറ്റവും കൂടുതൽ പബ്ലിക് അക്സെപ്റ്റൻസ് ഇടതുപക്ഷ മുന്നണിക്കുണ്ടായത് അച്യുതാനന്ദൻ്റെ ആദ്യകാലത്താണ്. മൂന്നാറിലെ കയ്യേറ്റ് ഒഴിപ്പിക്കൽ അതുപോലുള്ള നടപടികൾ അച്യുതാനന്ദൻ ധീരമായിട്ട് എടുത്തപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ ജനതയും ആരുടെ കൂടെ നിന്നു? അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. പക്ഷെ അതിനെ തകർത്തെറിയാൻ CPM തന്നെ അതിന് മുൻകൈ എടുത്ത് പിണറായി വിജയൻ, MM മണി തുടങ്ങിയ ആൾക്കാരാണ്. CPM തന്നെ ആൾക്കാരുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ മുഖം മറ്റൊന്നാകുമായിരുന്നു. നിങ്ങൾ സതീശനോട് അധികാരത്തിൽ പോലും വരാൻ പറ്റണമെന്നില്ല. അന്ന് ഒരു ചെറിയ കുറിപ്പിൽ പുനർവായനം ഇതിലെഴുതി. ഇപ്പോൾ ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ട് ആം ആദ്മിക്ക് കേരളത്തിൽ വേരുറപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഞങ്ങൾ പറഞ്ഞ ഉത്തരം ഇവിടെ അച്യുതാനന്ദനുണ്ട്. അതായത് ഗവൺമെൻറ് രാഷ്ട്രീയത്തിനെതിരായി അതൃപ്തി വളർന്നു വരുമ്പോൾ അവരെ അബ്സോർബ് ചെയ്യാൻ ആരുണ്ട്? അച്യുതാനന്ദൻ ഇവിടെ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരൊക്കെ അച്യുതാനന്ദൻ്റെ പുറകെ പോയി. അതുകൊണ്ട് ആം ആദ്മിക്ക് ആ രീതിയിലൊരു റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പറ്റിയില്ല. ഇപ്പോൾ വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചു, കേന്ദ്രത്തിൽ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുള്ള, സാധാരണക്കാർക്ക് വിശ്വാസമുള്ള ഒരു ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഏത് പാർട്ടിയുടെ പോലും ഞാൻ പറയുന്നില്ല, ലീഡർഷിപ്പോ ലീഡറോ. ഇപ്പോൾ ജയപ്രകാശ് നാരായണൻ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അതുപോലെ ഒരു ലീഡർഷിപ്പ് ഇല്ലാത്തതിൻ്റെ ശൂന്യതയാണ് ഇന്ന് ഡൽഹിയിൽ CJP ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധിയെ പറ്റി എന്ത് പറഞ്ഞാലും, MABയെ പറ്റി എന്ത് പറഞ്ഞാലും, മുല്യാൻ സിംഗിനെ പറ്റി, അഖിലേഷ് യാദവിനെ പറ്റി എന്ത് പറഞ്ഞാലും, മമതയെ പറ്റി എന്ത് പറഞ്ഞാലും, സ്റ്റാലിനെ പറ്റി എന്ത് പറഞ്ഞാലും, ഇവർക്കാർക്കും വ്യാപകമായി ജനങ്ങളെ ശ്രദ്ധ ആകർഷിക്കാനോ ആവേശത്തോടെയുള്ള പിന്തുണ സ്വീകരിക്കാനോ പറ്റിയിട്ടില്ല. വിളിച്ചാൽ മുദ്രാവാക്യം വിളിക്കാൻ പോവും, രാഹുൽ ഗാന്ധി അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കൈ കൊടുത്തിട്ട് പോവും, കൈ വീശി കാണിക്കും. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ ഒരു സമര പരിപാടിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? അതിന് ശ്രമിച്ചിട്ടുണ്ടോ? പക്ഷെ ആദ്യമായിട്ട് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായപ്പം ഇന്ത്യൻ ജനത പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ അച്യുതാനന്ദനെ ഓർക്കുന്നത്. അച്യുതാനന്ദൻ്റെ പ്രസംഗം കൊണ്ടല്ല. കടൽ വെള്ളവും തിരമാല ഉണ്ടാകുന്ന എങ്ങനെയാണെന്നും തിരമാലയുടെ ഇരമ്പ എങ്ങനെ ഉണ്ടാകുന്നതെന്നൊന്നും അച്യുതാനന്ദൻ പറയത്തില്ലായിരിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത് എന്താണ്, ആവശ്യം എന്താണെന്ന്, ഇവിടെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അച്യുതാനന്ദൻ അറിയായിരുന്നു. ഒരു പ്രായോഗിക കമ്മ്യൂണിസ്റ്റായിരുന്നു അച്യുതാനന്ദൻ. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ആശയങ്ങളും ആദർശങ്ങളും അച്യുതാനന്ദൻ ചിലപ്പോൾ ഈ പുസ്തകങ്ങൾ പകുതി പോലും വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ അന്തസത്ത, കമ്മ്യൂണിസത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട ആളാണ് ആരെ? VS. അതാണ് VS എന്ന് പറഞ്ഞ ആൾ. അതാണ് അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുക തന്നെ ചെയ്യുന്നു. രണ്ടാമത്തത്, ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റുവേഷൻ, CJPയുടെ ഡൽഹിയിലെ വളർച്ചയെപ്പറ്റി പറഞ്ഞപ്പം ഇവിടെ സമാനമായിട്ടൊരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF ഭയങ്കരമായിട്ട് ജയിക്കുകയായിരുന്നു. അതിഭയങ്കരമായിട്ടാണ് ജയിച്ചതിൻ്റെ കാരണം, ഒന്ന് പിണറായി വിജയനെതിരായുള്ള നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം, വിരുദ്ധ അഭിപ്രായം. അല്ലെ ഇടതുപക്ഷ മുന്നേ പൊതുവെ ജനം വെറുത്തു തുടങ്ങി. എതിർക്കുകയല്ല ചെയ്യുന്നത്, എതിർപ്പും വെറുപ്പുമായിട്ട് വ്യത്യാസമുണ്ട്. എതിർപ്പിനേക്കാൾ കൂടുതലായിട്ട് വെറുത്തു തുടങ്ങി. പിണറായി വിജയൻ്റെ പ്രസംഗം അരോചകമായി കേൾക്കാൻ തുടങ്ങി.
അവിടെയാണ് UDF ജയിച്ചു വരാൻ പറ്റിയത്. അപ്പോൾ UDF ജയിച്ചു വരാൻ പറ്റുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. പതിവിന് വിപരീതമായി കോൺഗ്രസ്സിന് ഒരു ഡയറക്ഷൻ ഉണ്ടാക്കി കൊടുക്കാൻ VD സതീശന് കഴിഞ്ഞു. എടുത്തു പറയുന്നു, VD സതീശന് കഴിഞ്ഞു. അപ്പോൾ ആ VD സതീശന് കഴിഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസിൻ്റെ നയങ്ങൾ നന്നായി അവതരിപ്പിച്ചാൽ സ്വീകരിക്കാൻ തയ്യാറുള്ള ജനങ്ങൾ ഇവിടെയുണ്ട്. ഇതിനു മുമ്പ് പലർക്കും പറ്റിയിട്ടില്ല. ഇതിനു മുമ്പ് സ്വപ്ന അല്ലെ സരിതയുടെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായി രാഷ്ട്രീയ ചർച്ച. BJPക്കാരനെ തിരുവനന്തപുരം വർഗീയത ഫാസിസം 2 വാക്ക് വിളിക്കും. BJPക്കാരൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോയി നോക്കും. അല്ലെങ്കിൽ ഇവിടെ പ്ലീഡറുടെ ഓഫീസിൽ ആരെയാണ് നിയമിച്ചത്, പ്ലീഡറായിട്ട് ആരെ നിയമിച്ചു, അതിന് ഇഷ്യൂസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് സതീശൻ ഇവിടെ തുടങ്ങി വെച്ചു. അതുകൊണ്ടാണ് സതീശൻ ഇവിടെ ജനങ്ങളെ ആകർഷിക്കുന്ന നേതാവായിട്ട് മാറുന്നത്. ഇവിടെ നമ്മൾ കേരള കോൺഗ്രസിൻ്റെ ഇവരാരും പറയണ്ട, വേണുഗോപാലിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രഗത്ഭരായ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ സ്വാധീനമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. PC ചാക്കോ മോശമായിരുന്നോ? KV തോമസ് മോശമായിരുന്നോ? ഇവരൊക്കെ കോൺഗ്രസിൽ നിന്ന് പോയിട്ട് എന്ത് പറ്റി? കാരണം ഇവർക്ക് ജനപിന്തുണ ഇല്ലായിരുന്നു. ഇവർ നേതാക്കന്മാരായിരുന്നു, ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണ പിന്തുണ ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളെ ആകർഷിക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു. ഇപ്പോൾ നാളെ KV തോമസ് ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ പറ്റും, എത്ര പേര് കാണാൻ? അത് മാത്രം പരീക്ഷിച്ചാൽ മതി. അറേഞ്ച് ചെയ്യാതെ ഓർഗനൈസ് ചെയ്യാതെ ഒരു സാധാരണ മീറ്റിങ്ങിൽ ചെല്ലുക. അതുപോലെ PC ചാക്കോ ആദ്യകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ വിശ്വസ്തനായിരുന്നു. KC വേണുഗോപാലിനേക്കാൾ 1000 ഇരട്ടി ഹൈക്കമാൻഡിൻ്റെ ആൾ. പക്ഷേ PC ചാക്കോ പോയിട്ടും എല്ലാം സംഭവിച്ചോ? എനിക്കൊണ്ട് അദ്ദേഹം ജനിച്ചത് 1923 ഒക്ടോബർ 20-നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ ഈ പറഞ്ഞ പോലെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. മാത്രമല്ല സാമ്പത്തികമായിട്ട് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. 7ാം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിത്തം നിർത്തേണ്ട അവസ്ഥ വരുന്നു. പിന്നെ ജ്യേഷ്ഠൻ്റെ തയ്യൽ കടയിൽ ജോലിക്കാരനായി നിൽക്കുന്നു. പിന്നീട് കയർ ഫാക്ടറിയിൽ അവിടെ ഒരു കയർ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലാളിയായി ചെയ്യുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ മരണം രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ചേരുന്നത്. പിന്നീട് 1940-ലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം അംഗമായി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള സമരങ്ങളും 1946-ലെ മുൻനിരയിൽ സമരത്തിൻ്റെ മുൻനിരയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതും പിന്നെ പല ഭാഗത്തും CPM-ൻ്റെ വേരുകൾ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വലിയ തരത്തിൽ പ്രവർത്തിച്ച ആളാണ്. പക്ഷേ ഇന്ന് അതേ CPM ഇങ്ങോട്ടെത്തുമ്പോൾ 2026-ലെത്തുമ്പോൾ ഇല്ലാണ്ടാകുന്നു എന്നുള്ള സാധനം കൂടിയുണ്ട്. അപ്പം അതിന് മുഖ്യമായിട്ട് നമ്മൾ പറയാറുള്ളത് പിണറായി വിജയൻ്റെ ഒരു കാര്യം മാത്രമാണ്. പക്ഷേ പലപ്പോഴും പിണറായി വിജയനും അതുപോലെ തന്നെ VS-ഉം തമ്മിൽ കൊമ്പ് ഓർക്കുന്നതും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് പല സന്ദർഭങ്ങളായിട്ട് ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കടൽ വല്ലാണ്ട് ആർത്തിരുമ്പോൾ ഒന്നുണ്ട്, കടലിൽ നിന്ന് വല്ലാണ്ട് വരുന്നത്. അപ്പോൾ ഒരു കുട്ടി കുറച്ച് കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ബക്കറ്റിൽ വെച്ചിട്ട് നോക്കും ഇത്രയും, ഇപ്പോൾ ഈ വെള്ളം എന്തുകൊണ്ടാണ് വെള്ളം ഇനി ഇപ്പം തിരമാലയായി വരാത്തത് എന്നുള്ളത്. അപ്പം VS പറഞ്ഞൊരു കാര്യമുണ്ട്, കടലിൻ്റെ പിന്നെ പിണറായി അതിന് മറുപടിയായിട്ട് പിണറായി പറഞ്ഞത് ഈ പറഞ്ഞ പോലെ അതിന്റെ മാർത്തടത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ ഒരു പറഞ്ഞ പോലെ ഈ തിരമാല വരുന്നത് എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM എന്നുള്ളതിന്റെ പാർട്ടിയുടെ മാർത്തടത്തോട് ചേർന്നെങ്കിൽ മാത്രമേ അച്യുതാനന്ദൻ ആവുള്ളൂ പറഞ്ഞു വെച്ചത്. പക്ഷേ ഇപ്പോഴും അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിക്കുന്നു. അതെ, അദ്ദേഹം മരിച്ചു കാലം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആൾക്കാർ അദ്ദേഹത്തെയും ഉമ്മൻചാണ്ടിയൊക്കെ ഓർക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ ഇപ്പോഴും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ഉമ്മൻചാണ്ടി ഒരു നല്ല മനുഷ്യനുള്ള രീതിയിൽ അച്യുതാനന്ദനെ കുറിച്ച് ദൃഢമായ ചില തീരുമാനങ്ങളുണ്ട്. ആ പ്രായത്തിൽ പോലും 3-6 മതികെട്ടഞ്ചോടിയൊക്കെ കയറാൻ പോകുന്ന അച്യുതാനന്ദൻ നമ്മുടെ മനസ്സിലുള്ളത്. പോരാളിയായിരുന്നു അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞ പിന്നെ ഇത്തരം സമരങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടില്ല. പിന്നെ 1964-ലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM-ൽ രൂപീകരണത്തിൽ ചേരുന്നതൊക്കെ. ആദ്യത്തെ പിന്നെ ഈ പറഞ്ഞ പോലെ പാർലമെന്ററി അംഗമാകുന്നു. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. 1991 മുതൽ 96 വരെ, 2001 മുതൽ 2006 വരെ, 2011 മുതൽ 2016 വരെ. അപ്പം പിന്നീട് 16 അങ്ങോട്ടാണ് പിന്നീട് ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ കയ്യിലോട്ട് പാർട്ടി മുഴുവനായിട്ടും വരുന്നത്. പാർട്ടി മാത്രമല്ല, ഭരണത്തിൻ്റെ മൊത്തം സംവിധാനങ്ങളും അദ്ദേഹത്തിൻ്റെ കാലയളവിൽ അങ്ങനെ വരുന്നത്. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്ന നോക്കുകയാണെങ്കിൽ 2006 മുതൽ 2011 വരെ. ഞാൻ അതിനകത്ത് ഇടപെട്ടോട്ടെ. ഈ അച്യുതാനന്ദനും പിണറായിയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ പഠിക്കേണ്ട ഒരു വിഷയം, സാധാരണ സഖാക്കൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ യാതൊരു കാരണവശാലും അവരുടെ ചിഹ്നത്തെ പഞ്ചിച്ച് വോട്ട് ചെയ്യില്ല, ഒരു കാലത്തും ചെയ്യില്ല. ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നുള്ള ചിഹ്നം ഉണ്ടെങ്കിൽ ആ ചിഹ്നത്തിന് അവർ വോട്ട് ചെയ്യുകയുള്ളൂ. അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മറിച്ച് മാരാരിക്കുളത്ത് അച്യുതാനന്ദനെ തോൽപ്പിക്കാൻ വേണ്ടി നേതാക്കന്മാർ തന്നെ പ്രേരിപ്പിച്ച് അണികളെ കൊണ്ട് മറിച്ച് വോട്ട് ചെയ്യിച്ച് അച്യുതാനന്ദനെ തോൽപ്പിക്കുകയായിരുന്നു, മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കാൻ. അത് അപ്പോൾ ചതിച്ച് വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്ന് പാർട്ടി അണികളെ പഠിപ്പിച്ചു പിണറായി വിജയൻ. സ്വന്തം പാർട്ടിക്ക് ചെയ്യണമെന്നില്ല, സ്വന്തം പാർട്ടിക്കാരനെ അത്യാവശ്യം തോൽപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന അണികളെ പഠിപ്പിച്ചത് പിണറായി വിജയനാണ്. അതിൻ്റെ എഫക്റ്റ് നമ്മൾ ഇന്ന് തളിപ്പറമ്പിൽ കാണുന്നു. ആര് ജയിച്ചു? ശ്യാമളെ തോൽപ്പിച്ചിട്ട് TK ഗോവിന്ദൻ ജയിക്കുകയാണ്. ഇവിടെ കാണുന്നു പയ്യന്നൂർ കാണുന്നു. അവിടെ
അതുപോലെ അമ്പലപ്പുഴയിലും കാണുന്നു. ഈ കാലുവാരി വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള തത്വശാസ്ത്രം അണികളെ പഠിപ്പിച്ച നേതാവും കൂടിയാണ് പിണറായി. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇടമലയാറ്, അതേപോലെ പാം ഓയിൽ, ഐസ്ക്രീം കേസുകൾ പല സാധനം ബാലകൃഷ്ണനുള്ള ജയിലിൽ പോയി ഉയർത്തി കൊണ്ടുവന്നതും VS ആണെന്നുള്ള സാധനം നമ്മൾ ആലോചിക്കണം. പലവട്ടം ആ കേസുമായി ബന്ധപ്പെട്ടെങ്ങാണ്ട് ലാവലിൻ പോലും ലാവലിനിൽ ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെ ഒരു പരിധിവരെ അത് ഒറ്റപ്പെടുത്തിയതും ആ സംഭവം തന്നെ. പിന്നെ മാത്രമല്ല പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതിൽ കെട്ടാൻ ചോല സംരക്ഷണം, പ്ലാച്ചിമടയിലെ കൊക്കോകോള, അങ്ങനത്തെ പല കാര്യങ്ങളും. പിന്നെ മാത്രമല്ല മൂന്നാർ ഓപ്പറേഷൻ, മുഖ്യമന്ത്രിയായിരിക്കും മൂന്നാറിലെ അനധികൃത കുടിയേറ്റങ്ങളുമായി സമയത്താണ് LDFന്റെ ഗ്രാഫ് ഏറ്റവും കൂടുതൽ ഉയർന്നത് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ കേരളത്തിന് വേണ്ടി വലിയ തരത്തിലുള്ള സംഭാവനകൾ ചെയ്ത ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന് അദ്ദേഹത്തെ നഷ്ടപ്പെടുന്നു എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഒരു വിനിയോഗം പകരം ആളില്ല എന്നുള്ളതാണ്. പാർട്ടിക്ക് അതേപോലത്തെ സമാന്തരമായൊരു പിന്നെ മുഖത്തെ പാർട്ടിക്ക് EMSനും KKGക്കൊക്കെ ശേഷം വളർന്ന ഏറ്റവും വലിയ നേതാവാണ് VS. ആ VSന് ശേഷം സ്വാഭാവികമായിട്ടും അപ്പം ആ VSന് ശേഷം ഇനി പാർട്ടിയിൽ ഒരു നേതാവ് ഇല്ലാത്ത അവസ്ഥയിലോട്ട് എല്ലാം പിണറായി വിജയൻ, തനിക്ക് ശേഷം പ്രളയം എന്നുള്ള ഭാവത്തോട്ട് പിണറായി വിജയൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി പാർട്ടിക്ക് ഒരു നേതാവ് ഇല്ലാത്തൊരവസ്ഥയിലൂടെ ഈ പാർട്ടി അതപ്പതിച്ചു പോകുന്നു എന്നുള്ളത് കൂടിയുണ്ട്. അതിനാണ് സാധ്യതയുള്ളത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സതീശനെ കൊണ്ട് നമ്മൾ ഞാൻ കമ്പയർ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, സതീശൻ്റെ വളർച്ച ഈ സമയം വരെ കുഴപ്പമില്ല. സതീശനെ എതിർക്കുന്നവരുടെ നിലപാടുകൾ മാത്രം നോക്കിയാൽ മതി. ഇഷ്യൂസിൽ എതിർക്കുന്നില്ല. പ്രധാനപ്പെട്ട ഇഷ്യൂസിൽ ഇപ്പോൾ അലോഷ്യസ് സേവറിനെ എതിർക്കാൻ 100 വിഷയമുണ്ട്. ആ പൂക്കോട്ടിലെ സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി സമരം ചെയ്യുമോ? അതിൻ്റെ ചെയ്യാത്ത. അതുപോലെ അവിടെ മറ്റേ ഡൽഹിയിലെ സമരം, അതുപോലെ സമരം കേരളത്തിൽ സംഘടിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഇതേ പ്രശ്നങ്ങൾ PSCയുടെ കാര്യത്തിൽ കേരളത്തിലുണ്ടായില്ലേ? കള്ളത്തരങ്ങൾ നടന്ന അത്തരം സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് പകരം ആരാ നിയമിച്ചിരിക്കുന്നത്, എവിടെയാണ് നിയമിച്ചിരിക്കുന്നത്, ആരുടെ PA, ആരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്നുള്ള കാര്യം അന്വേഷിച്ച് നടക്കുന്നതിന് പകരം ബേസിക്കായിട്ടുള്ള ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്ത് KSUവിന് സമരം ചെയ്യാൻ പറ്റുമെങ്കിൽ പഴയകാല വിദ്യാർത്ഥി സമരമുണ്ട്, അധ്യാപക സമരമുണ്ട്, ഒരെണ്ണ സമരമുണ്ട്. അത്തരം സമരങ്ങളിലേക്ക് KSUവിനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഒന്നും പേടിക്കണ്ട. ഇത്തവണ നഷ്ടപ്പെട്ട കുറച്ച് സീറ്റോടെ തിരിച്ചു പിടിച്ചാൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസിനെ വളർത്താൻ അവർക്ക് സാധിക്കും. അതിന് പകരം ഇപ്പോൾ തന്നെ ആർക്കൊക്കെ നിയമനം കിട്ടുക, എത്ര രൂപ ശമ്പളമുണ്ട്, ആരാ റെക്കമെൻഡ് ചെയ്യുന്നത്, അത് അന്വേഷിച്ചാണ് നടക്കുന്നെങ്കിൽ നേതാവാകാൻ പറ്റില്ല. ഒരു അഭയാർത്ഥിയാകാം, വിധേയനാകാം, ഇതിനപ്പുറത്തേക്ക് വളരാൻ പറ്റില്ല. ഇന്നത്തെ സ്ഥിതി അതാണ്. സതീശൻ്റെ കാര്യത്തിൽ ഒരു അച്യുതാനന്ദൻ്റെ റോളുണ്ടാവും. കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തുനിന്ന് എതിരായിട്ടല്ല, കോൺഗ്രസ് പാർട്ടിക്കും അപ്പുറം ജനങ്ങളുടെ പിന്തുണ നേടാൻ സാധിച്ച ഒരു നേതാവ് ഇപ്പോൾ നിലവിൽ, പണ്ട് സുധാകരനുണ്ട്, K. സുധാകരൻ ഉണ്ടായിരുന്നു, ഇപ്പോഴൊരു നേതാവേ ഉള്ളൂ, അത് ഇദ്ദേഹമാണ്, സതീശനാണ്. അത് അംഗീകരിക്കാൻ കോൺഗ്രസ്സിലെ അല്പന്മാരായ മറ്റ് നേതാക്കളോട് തയ്യാറായ ചിത്രം മൊത്തം മാറും, കേരളത്തിൻ്റെ ചിത്രവും മാറും.